എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വ്ളോഗുമായിട്ട് വന്നിരിക്കുന്നത് ഒരു ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ. ഒരു ഫോട്ടോ ഫ്രെയിം അല്ല, 4-5 ഫോട്ടോ ഫ്രെയിംസ് വരുന്ന കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇനി നമുക്കിതൊക്കെ നമ്മൾ റെഡിമെയ്ഡായിട്ട് മേടിച്ചിട്ടുള്ള ഫ്രെയിമിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് ഫോട്ടോസ് ആദ്യം കാണാം. വായു. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മൾ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ പോകുന്ന ഫോട്ടോസ്. നമ്മൾ രാവിലെ പ്രിൻ്റ് എടുത്താണ് കേട്ടോ. പ്രിന്റിന് പറയുന്ന പേര് ലേസർ പ്രിൻ്റ് ആണ് കേട്ടോ. അപ്പം ഇത് ആദ്യത്തെ ഫോട്ടോ. ഇത് നമ്മളറിയാലോ, ഇതാണ് എൻ്റെ രണ്ട് ചേട്ടന്മാർ. ഇത് ആദ്യത്തെ രണ്ടാമത്തെ ചേട്ടൻ. അപ്പം ഇതാണ് എൻ്റെ ചേട്ടന്മാർ. ആ ഒരു ഫോട്ടോ അത് നമ്മൾ ഒരു സിംഗിൾ ഫോട്ടോ ആയിട്ടാട്ടോ ചെയ്തേക്കുന്നത്. പിന്നെ ഇത് ഒരു കൊളാഷ് പോലെയാണ് ചെയ്തേക്കുന്നത്. ഇത് അച്ഛനും ഞാനും അമ്മയൊക്കെ ഉള്ളൊരു ഫോട്ടോയാണ്. ഞങ്ങളൊരു കൊളാഷ് പോലെ A4 സൈസിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ഞാൻ തന്നെയാണ്. ഇത് നമ്മൾ കൊളാഷ് തന്നെയാണ് ഇങ്ങനെ ഒരു ഫ്രെയിമിൽ ഒട്ടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെൻ്റെ പ്രിയപ്പെട്ട ഭർത്താവാണ്. ഭർത്താവിൻ്റെ ഫോട്ടോയാണ് കേട്ടോ. ഇതൊരു സിംഗിൾ ഫോട്ടോ ആയിട്ടാണ്. അപ്പോൾ 3 സിംഗിൾ ഫോട്ടോയും ഒരു കൊളാഷ് ഫോട്ടോയാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഇനി ഞാൻ ഫ്രെയിം കാണിക്കാം. ഇതാണ് നമ്മുടെ ഫ്രെയിം വരുന്നത്. ഈ ഫ്രെയിം നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 499, 500 മേലെ, 500 താഴെയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇതിനകത്ത് 5 ഉണ്ടായിരുന്നു. പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി എടുത്തു. 5 ഫ്രെയിമാണ് വരുന്നത്. ബ്ലാക്ക് കളറിലെ ബോർഡറാണ് വരുന്നത്. പിന്നെ ബാക്കിൽ നമ്മൾ ഇതുപോലെയാണ് കേട്ടോ. ഈ സാധനം ഇങ്ങനെ തുറന്നിട്ട് നമ്മൾ അതിനകത്ത് ഫോട്ടോ വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് A4 സൈസാണ്. പല സൈസിലും ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഫ്രെയിം ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം നമുക്കിത് ഫ്രെയിം ആദ്യം ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്താണ്, ഞാൻ വീഡിയോ എടുക്കാത്തതുകൊണ്ട് പിന്നെയും തിരിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രെയിം വന്നിട്ട്. ഇതെങ്ങനെ ഓപ്പൺ ചെയ്യുന്നതിന് ടിപ്പുകളുണ്ട്. നമ്മൾ പൊക്കി കഴിഞ്ഞത് ഇങ്ങനെ പൊക്കി വെക്കുക. ഇവിടെയൊക്കെ ഉണ്ട്. ഇതിങ്ങനെ പൊക്കി എടുത്താൽ മതി. ഇതൊരു എന്താ പറയുക, കാർഡ്ബോർഡ്. ഇത് ഒരു വൈറ്റ് പേപ്പർ. ഇതാണ് ഇതിൻ്റെ ഫ്രെയിം വരുന്നത്. ഇതാണത് ഗ്ലാസ് ടൈപ്പ്. ഇത് വേറെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. പ്ലാസ്റ്റിക്കിന് ഷീറ്റാണ്. ഫോട്ടോ നമ്മളത് കറക്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം 12 A4 സൈസാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി ബോർഡർ കട്ട് ചെയ്തെടുക്കാവേ. വെച്ചു. ഓക്കെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഫോട്ടോയുടെ ഫ്രെയിം നമ്മൾ ഇതെങ്ങനെയാണ് തൂക്കുന്നത്, ഏത് പോർഷനാണ് നോക്കണം. ഫോട്ടോ ഏത് മുഖം അത് കറക്റ്റ് വെച്ച് നോക്കണം. ഇങ്ങനെ വെക്കുക, ഇങ്ങനെ ലോക്ക് ചെയ്യുക. അപ്പം ഫോട്ടോ തൂക്കിയിടാൻ പാകത്തിലാണ് അതിൻ്റെ കോളിരിക്കുന്നത്. ഉണ്ട്. അപ്പം നമ്മുടെ ഒരു ഫോട്ടോ ഫ്രെയിം സെറ്റായി.